വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിക്ഷണ സൂത്രങ്ങളാണ്. അതായത് കേട്ടറ്റ് 4 സംസ്കൃതത്തിലെ സിലബസിൽ ഒന്നായിട്ടുള്ള അതിലെ ടോപ്പിക്കിൽ ഒന്നായിട്ടുള്ള ശിക്ഷണ സൂത്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ശിക്ഷണ സൂത്രാണി അത് നമുക്ക് 10 സൂത്രങ്ങളാണ് ശിക്ഷണ സൂത്രങ്ങളായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ 10 സൂത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ജ്ഞാതാത് അജ്ഞാതം പ്രതി. അപ്പോൾ ഞാൻ ഈ പറയുന്നത് സംസ്കൃതത്തിൽ ഈ പറയുന്നത് അത് നിങ്ങൾ നോട്ടയിൽ എഴുതി വെക്കണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് നോട്ടായിട്ട് പഠിക്കുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പിന്നീട് നോക്കുമ്പോഴും നിങ്ങൾക്ക് സംശയം ഇല്ലാണ്ട് അത് എഴുതിയെടുക്കാനും അതുപോലെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യത്തെയാണ് ജ്ഞാതാത് അജ്ഞാതം പ്രതി. എന്ന് വെച്ചാൽ എന്താണ്? അറിയുന്നത് വെച്ചിട്ട് അറിയാത്തത് പഠിക്കുക. അതാണ് ജ്ഞാതാത് അജ്ഞാതം പ്രതി. എന്ന് വെച്ചാൽ പൂർവ്വമായിട്ടുള്ള മുൻകാലത്തുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് പുതിയതായിട്ട് ഒരു അറിവ് കൊണ്ടു കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ടീച്ചറാവുമ്പോൾ കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് അറിയുന്ന ഒരു കാര്യത്തെ വെച്ചിട്ട് അറിയാത്തൊരു കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ജ്ഞാതാത് അജ്ഞാതം പ്രതി. ഇപ്പോൾ ഒരു കുട്ടിക്ക് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുണ്ടാവും. ആ അറിവിനെ വെച്ചിട്ട് നമ്മൾ അതിനെ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബാക്കിയുള്ള അംശങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ആ കുട്ടിയുടെ പൂർവ്വ അനുഭവം വെച്ചിട്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ എന്താണോ കുട്ടിക്ക് അറിയാത്തത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ജ്ഞാതാത് അജ്ഞാതം പ്രതി. പിന്നെ രണ്ടാമത്തെ സൂത്രമാണ് ശിക്ഷണ സൂത്രമാണ് സരളാത് കഠിനം പ്രതി. സരളാത് കഠിനം പ്രതി എന്ന് വെച്ചാൽ എന്താണ്? സരളമായതിൽ നിന്നും കഠിനമായതിലേക്ക്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പതുക്കെ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്കും തന്നെ മനസ്സിലൊരു ഇതുണ്ടാവും. അങ്ങനെ നമുക്കൊരു സംശയമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ആദ്യം അവർക്ക് പതുക്കെ കുറച്ചീശെ പറഞ്ഞു കൊടുത്തിട്ട് അതിന് ശേഷം കുറച്ച് കഠിനമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളും അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് സരളാത് കഠിനം പ്രതി. പിന്നെയാണ് സ്ഥൂലാത്. മൂന്നാമത്തെ ശിക്ഷണ സൂത്രമാണ് സ്ഥൂലാത് സൂക്ഷ്മം പ്രതി. എന്ന് വെച്ചാൽ എന്താണ്? സ്ഥൂലാത് സൂക്ഷ്മം പ്രതി. ഒരു വസ്തുവിനെ കാണിച്ചു കൊണ്ടിട്ട് അതിനെ ബാക്കി കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് പറഞ്ഞു കൊടുക്കും. അതായത് ഇന്ദ്രിയ ഗോചരങ്ങളായിട്ടുള്ള വസ്തുക്കൾ, നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കളെ കുറിച്ചിട്ട് ആ ഒരു വസ്തുവിനെ കാണിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, അതൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇപ്പം ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഇതാണ്, അത് ഇങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇന്ദ്രിയഗോചരങ്ങളായിട്ടുള്ള ഒരു വസ്തുവിനെ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് സ്ഥൂലാത് സൂക്ഷ്മം പ്രതി. പിന്നത്തെയാണ് നാലാമത്തെ ശിക്ഷണ സൂത്രമാണ് പൂർണ്ണാത് അംശം പ്രതി. എന്താണ്? പൂർണ്ണാത് അംശം പ്രതി. പൂർണ്ണമായത് ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ അംശങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുക. ഒരു കാര്യത്തിൻ്റെ പൂർണ്ണ രൂപത്തിനെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഓരോരോ അംശഭാഗങ്ങൾ, അതായത് അതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ആദ്യം മുഴുവനായിട്ട് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഓരോ രൂപങ്ങളായിട്ട് അംശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിന് നമുക്കൊരു ഉദാഹരണമായിട്ട് ഒരു മരം, ഒരു വൃക്ഷം, ഒരു മരം അത് കാണിച്ചു കൊടുത്തിട്ട് ഇത് അതിൻ്റെ ഇല, പൂവ്, കായ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ? ഇതാണ് അതിൻ്റെ ഇല, ഇതാണ് അതിൻ്റെ കായ, ഇതാണ് അതിൻ്റെ പൂവ്, ഇതാണ് അതിൻ്റെ ഫലം, അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ? അതിനെയാണ് പൂർണ്ണാത് അംശം പ്രതി എന്ന് പറയുന്നത്. പൂർണ്ണമായത് ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ അംശങ്ങൾ എടുത്തെടുത്ത് പറയുക. എന്നിട്ട് അവർക്ക് അത് മനസ്സിലാക്കിച്ചു കൊടുക്കുക. അതാണ് പൂർണ്ണാത് അംശം പ്രതി. അനുഭവാത് തർക്കം പ്രതി. അടുത്ത ശിക്ഷണ സൂത്രമാണ് അനുഭവാത് തർക്കം പ്രതി. അനുഭവാത് തർക്കം പ്രതി എന്ന് വെച്ചാൽ എന്താണ്? ഒരു അനുഭവത്തിൽ നിന്ന് അതിൻ്റെ തർക്കത്തിലേക്ക് അതിനെ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ അനുഭവത്തെക്കുറിച്ചിട്ട് ആദ്യം ചിന്തിപ്പിക്കുക. ആ കുട്ടിക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിപ്പിച്ചതിന് ശേഷം അതിനെ അതാണോ, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ, അല്ലെങ്കിൽ ഇത് അവൾ പറഞ്ഞതാണോ, അങ്ങനെ നമ്മൾ തർക്കിക്കില്ലേ? നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചിട്ട് അതിനെ തർക്കിപ്പിക്കാനുള്ള ആ ഒരു ചിന്താശേഷി വളർത്തിക്കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ അനുഭവാത് തർക്കം പ്രതി എന്ന് പറയുന്നത്.
അനുഭവത്തിൽ നിന്നും തർക്കത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് അനുഭവാത് തർക്കം പ്രതി. അത് അങ്ങനെ 5-ാമത്തെയും കഴിഞ്ഞു. പിന്നെയാണ് 6-ാമത്തെ ശിക്ഷണ സൂത്രമാണ് വിശേഷ്യാത് സാമാന്യം പ്രതി. എന്താണ് വിശേഷ്യാത് സാമാന്യം പ്രതി? എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞിട്ട് പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുന്നു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യം പറയുന്നു. ആദ്യം ഒരു ചെറിയ എടുത്ത് പറയുക അതിനെക്കുറിച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുക. അതിനെയാണ് നമ്മൾ വിശേഷ്യാത് സാമാന്യം പ്രതി എന്ന് പറയുന്നത്. അതാണ് 6-ാമത്തെ ശിക്ഷണ സൂത്രമായിട്ട് വരുന്നത്. പിന്നെ 7-ാമത്തെ ശിക്ഷണ സൂത്രമാണ് വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി. എന്താണ് വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി? അതെങ്ങനെയാണ് വരിക? ആദ്യം ഒരു വസ്തുവിൻ്റെ അംശങ്ങളൊക്കെ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ആ പാർട്സുകളൊക്കെ പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 4 കാല്, 1 വാല്, 2 കൊമ്പ്, 1 തുമ്പി, അതാണ് ആന. ഇതൊക്കെ ഉള്ളതാണ് ആന എന്ന് നമ്മൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 4 കാലും 1 വാലും 2 കൊമ്പും 1 തുമ്പിയും ഉള്ളതാണ് ആന. അങ്ങനെ ആ കുട്ടിക്ക് നമ്മൾ അതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെ പാർട്സൊക്കെ വെച്ചിട്ട് നമ്മൾ ആ കുട്ടിക്ക് അതിൻ്റെ പൂർണ്ണ രൂപം, ആനയുടെ പൂർണ്ണ രൂപം എന്താ, അത് ആ കുട്ടിക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. അതിനെയാണ് നമ്മൾ വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി. എന്താണ് വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി അങ്ങനെ പറയുന്നത്? ഈ വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി എന്നുള്ളത് നമ്മുടെ 4-ാമത് പറഞ്ഞ ശിക്ഷണ സൂത്രല്ലേ, പൂർണ്ണാത് അംശം പ്രതി. ആദ്യം പൂർണ്ണരൂപം പറയുക. ആദ്യം ഒരു മരം, ഇതൊരു മരമാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പാർട്സ് നമ്മൾ പറഞ്ഞില്ലേ, ഇത് കായാണ്, പൂവാണ്, ഇലയാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് പൂർണ്ണാത് അംശം പ്രതി. അതിൻ്റെ നേർ വിപരീതമാണ് എന്ത്? വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി. അതെങ്ങനെയാണ്? ആദ്യം നമ്മൾ 4 കാല് 1 വാല് 2 കൊമ്പ് 1 തുമ്പി, ഇതൊക്കെ ഉള്ളതാണ് ആന എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം അത് എന്താണ്? വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി. അത് ആദ്യം നമ്മൾ പാർട്സുകൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറയുന്നു? അതിൻ്റെ പൂർണ്ണരൂപം പറയുന്നു. അതാണ് സംശ്ലേഷണം പ്രതി. അങ്ങനെ 7-ാമത്തെ ശിക്ഷണ സൂത്രവും കഴിഞ്ഞു. പിന്നെ 8-ാമത്തെ ശിക്ഷണ സൂത്രമാണ് അനിശ്ചിതാത് നിശ്ചിതം പ്രതി. എന്താണ് അനിശ്ചിതാത് നിശ്ചിതം പ്രതി എന്ന് വെച്ചാൽ ക്ലിയർ അല്ലാത്ത ഒരു കുട്ടിയുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ക്ലിയർ അല്ലാതെ നിൽക്കുന്നുണ്ടാവും. എന്താണ് ഇത് എന്നുള്ളൊരു അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിൽ പലതും ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ മനസ്സിൽ കിടക്കുന്ന ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുക. എങ്ങനെയാണ് ആ കുട്ടിക്ക് അത് മനസ്സിലാവുക? അത് ഫുള്ളായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ക്ലിയർ ആക്കി കൊടുക്കുക. അതിനെയാണ് നമ്മൾ പറയുന്നത് അനിശ്ചിതാത് നിശ്ചിതം പ്രതി. ഇപ്പം നമ്മൾ 8 ശിക്ഷണ സൂത്രങ്ങൾ പഠിച്ചു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? അടുത്തതാണ് 9-ാമത്തെ ശിക്ഷണ സൂത്രം. എന്താണ്? സാമാന്യാത് വിശേഷണം പ്രതി. എന്താണ് സാമാന്യാത് വിശേഷണം പ്രതി? ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ടിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തെ സമർത്ഥിക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം ഓടിയുണ്ടാവും. എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറഞ്ഞിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു, പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ എവിടെ പഠിച്ചു? അത് നമ്മൾ 6-ാമത്തെ ശിക്ഷണ സൂത്രത്തിൽ പഠിച്ചതാണ്. ഏതാണ്? വിശേഷ്യാത് സാമാന്യം പ്രതി എന്ന് പഠിച്ചില്ലേ നമ്മൾ? ആദ്യത്തെ 6-ാമത്തെ സൂത്രത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ നേർവിപരീതമാണ് ഏത്? സാമാന്യാത് വിശേഷണം പ്രതി. മനസ്സിലായോ? വിശേഷ്യാത് സാമാന്യം പ്രതി എന്നുള്ള 6-ാമത്തെ ശിക്ഷണ സൂത്രത്തിൽ നിന്നും നേർവിപരീതമാണ് 9-ാമത്തെ ശിക്ഷണ സൂത്രമായിട്ടുള്ള സാമാന്യാത് വിശേഷ്യം പ്രതി. അതായത് സാമാന്യാത് വിശേഷണം പ്രതി. അങ്ങനെ അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറഞ്ഞിട്ട് അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ആ കാര്യത്തെ സമർത്ഥിക്കും. അങ്ങനെയാണ് സാമാന്യാത് വിശേഷണം പ്രതി എന്നുള്ള സൂത്രം വരുന്നത്. 10-ാമത്തെ ഏറ്റവും അവസാനത്തെ സൂത്രമായിട്ടുള്ള 10-ാമത്തെ സൂത്രമാണ് മനോവൈജ്ഞികം താർക്കികം പ്രതി. മനോവൈജ്ഞാനികം താർക്കികം പ്രതി. മനോവൈജ്ഞാനികം താർക്കികം പ്രതി എന്ന് വെച്ചാൽ എന്താണ്? മനോവൈജ്ഞാനിക സിദ്ധാന്തങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട്
അവരുടെ ആവശ്യകത എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ്, അവർക്കുള്ള യോഗ്യത എന്താണ്, അതൊക്കെ നോക്കിയിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കുക. അതായത് അവരുടെ മാനസിക നില, മാനസിക ചുറ്റുപാടിനെയൊക്കെ കുറിച്ച് കുറേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി ഓരോ കുട്ടിയുടെ അതാണ് ഓരോ കുട്ടിയുടെ അങ്ങനെ നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിനെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ആ കുട്ടിയുടെ ആവശ്യത്തെ അനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് വൈജ്ഞാനികം താർക്കികം പ്രതി. അപ്പോൾ നമ്മൾ 10 ശിക്ഷണ സൂത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു തരാം. ഒന്നും കൂടി 10 സൂത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. ജ്ഞാതാത് അജ്ഞാതം പ്രതി. ഒന്നാമത്തെ ശിക്ഷണ സൂത്രം ജ്ഞാതാത് അജ്ഞാതം പ്രതി. രണ്ടാമത്തെ ശിക്ഷണ സൂത്രം സരളാത് കഠിനം പ്രതി. സരളാത് കഠിനം പ്രതി. മൂന്നാമത്തെ ശിക്ഷണ സൂത്രം സ്ഥൂലാത് സൂക്ഷ്മം പ്രതി. സ്ഥൂലാത് സൂക്ഷ്മം പ്രതി. നാലാമത്തെ ശിക്ഷണ സൂത്രം പൂർണ്ണാത് അംശം പ്രതി. പൂർണ്ണാത് അംശം പ്രതി. അഞ്ചാമത്തെ ശിക്ഷണ സൂത്രം അനുഭവാത് തർക്കം പ്രതി. അനുഭവാത് തർക്കം പ്രതി. ആറാമത്തെ ശിക്ഷണ സൂത്രം വിശേഷ്യാത് സാമാന്യം പ്രതി. വിശേഷ്യാത് സാമാന്യം പ്രതി. ഏഴാമത്തെ വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി. വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി. എട്ടാമത്തെ അനിശ്ചിതാത് നിശ്ചിതം പ്രതി. അനിശ്ചിതാത് നിശ്ചിതം പ്രതി. ഒമ്പതാമത്തെ സാമാന്യാത് വിശേഷണം പ്രതി. സാമാന്യാത് വിശേഷണം പ്രതി. പത്താമത്തെ മനോവൈജ്ഞാനികാത് താർക്കികം പ്രതി. മനോവൈജ്ഞാനികാത് താർക്കികം പ്രതി. അങ്ങനെ 10 എണ്ണം നമ്മൾ 10 ശിക്ഷണ സൂത്രങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ച് വയ്ക്കുക, മനസ്സിലാക്കി പഠിച്ച് വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കണം എന്നില്ല. അവരൊരു ഉദാഹരണം തന്നിട്ട് ഇതിൻ്റെ ശിക്ഷണ സൂത്രം ഇത് ഏത് വിഭാഗത്തിൽ വിടുന്നു, ഏത് ശിക്ഷണ സൂത്രമാണ് ഇതിൽ വരുന്നത്, അങ്ങനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതി വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ എന്താണെന്നുള്ളത് അത് മലയാളത്തിലാണെങ്കിൽ നമുക്ക് ഏത് ഭാഷയിലാണ് അത് പഠിക്കാൻ എളുപ്പം വെച്ചെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ എങ്ങനെ ചോദ്യം വന്നാലും അതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. 10 ശിക്ഷണ സൂത്രമല്ലേ ഉള്ളൂ, ഇത് സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത് നന്നായിട്ട് മനസ്സിലാക്കി ഈ വീഡിയോ 2-3 പ്രാവശ്യം കണ്ട് അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.